കാസർഗോഡ് ജില്ലാ ഇൻഫർമേഷൻ ഓഫീസിന്റെ ഈ വർഷത്തെ വായനാ മാസാചരണത്തിന് തുടക്കം കുറിച്ചു. ചെറുക്കള ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സാബു അബ്രഹാം ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ചു. ജില്ലാ കലക്ടർ അർജുൻ പാണ്ഡ്യൻ വായനാദിന സന്ദേശം നൽകി. This news sponsored by ഏനപ്പോയ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, കൊടിയൽ ബയൽ, മംഗളൂർ. ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ സ്ഥാപകനായ പി.എൻ. പണിക്കർ കേരളത്തിന്റെ സാമൂഹിക രംഗത്ത് വിസ്മയകരമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ അതുല്യ പ്രതിഭയായിരുന്നുവെന്ന് കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സാബു അബ്രഹാം പറഞ്ഞു. ജില്ലാ ഭരണ സംവിധാനവും വിവര പൊതുജന സമ്പർക്ക വകുപ്പ് ജില്ലാ ഇൻഫർമേഷൻ ഓഫീസും സംയുക്തമായി നടത്തുന്ന വായന മാസാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം ചെറുക്കള ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ശിഹാബ് തങ്ങൾ സ്മാരക പവലിയനിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചിന്തിച്ച് വിവേകം നേടുക എന്ന ഈ രണ്ട് വാചകങ്ങൾ കേരളത്തിന്റെ സാമൂഹ്യ രംഗത്ത് ദേശീയ പ്രസ്ഥാനത്തിന്റെ കാലം മുതൽ വലിയ വിപ്ലവകരമായ മാറ്റങ്ങൾക്കാണ് നേതൃത്വം കൊടുത്തിട്ടുള്ളത്. ഒരുപക്ഷെ 1947 മുമ്പ്, കൃത്യമായി പറഞ്ഞാൽ 1945 ഗ്രന്ഥശാല പ്രസ്ഥാനം നമ്മുടെ നാട്ടിൽ പിറവിയെടുക്കുന്നത്. ആ ഗ്രന്ഥശാല പ്രസ്ഥാനം പിറവിയെടുക്കുന്നത് മുതൽ ആ ഗ്രന്ഥശാല പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി അറിവിലൂടെ മാത്രമേ ഒരു നാട് വളർന്നു വരൂ എന്ന് പി.എൻ. പണിക്കർ മനസ്സിൽ 1945 ഗ്രന്ഥശാലാ സംഘം പിറവിയെടുക്കുമ്പോൾ അറിവിലൂടെ മാത്രമേ നാടിന് വളരാൻ പറ്റൂ എന്ന് മനസ്സിൽ കുറിച്ച് വിജ്ഞാന കേന്ദ്രങ്ങൾ സൃഷ്ടിച്ച വ്യക്തിയാണ് പി.എൻ. പണിക്കർ. വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക എന്ന തത്വത്തിലൂന്നി സമൂഹത്തിൽ വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് അദ്ദേഹം തുടക്കം കുറിച്ചു. ജീവിതത്തിന്റെ ഭാഗമായി മാറേണ്ട ഘടകമാണ് വായനയെന്നും പാഠ്യപദ്ധതികളോടൊപ്പം പാഠ്യേതര വിഷയങ്ങളിലും കുട്ടികൾ മിടുക്കരാകണമെന്നും സംസാര ശൈലിയും ആശയവിനിമയവും മെച്ചപ്പെടുത്താൻ വായന ഏറെ സഹായിക്കുമെന്നും വായനാദിന സന്ദേശം നൽകിയ ജില്ലാ കലക്ടർ അർജുൻ പാണ്ഡ്യൻ IAS പറഞ്ഞു. വായന നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ്. ജീവിതത്തിന്റെ ഭാഗമായിട്ട് തന്നെ മാറേണ്ട ഒരു ഘടകം തന്നെയാണ് വായന എന്നുള്ളത്. നമ്മൾ അക്കാഡമിക് ആയിട്ടുള്ള വിദ്യാഭ്യാസത്തിന് കൂടെ തന്നെ നമ്മൾ ഒരുപാട് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിന് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതിൽ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വായന തന്നെയാണ്. നമുക്ക് കൂടുതൽ അറിവ് ലഭിക്കാനും പിന്നെ നമ്മുടെ സ്കിൽസ് ഇംപ്രൂവ് ചെയ്യാനും വായനാശീലം, അല്ലാതെ നമ്മൾ സംസാര ശൈലി, കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, അങ്ങനെ ഒരുപാട് അഡ്വാൻറ്റേജസ്, പറഞ്ഞാൽ തീരാത്ത ഒരുപാട് അഡ്വാൻറ്റേജസ് നമ്മുടെ ഈ റീഡിങ്ങിലൂടെ നമുക്ക് ലഭിക്കാൻ സാധിക്കും. അപ്പൊ ഈ ഒരു ദിവസം അതിന്റെ ഒരു പ്രാധാന്യം എല്ലാവരിലോട്ടും എത്തിക്കാൻ വേണ്ടിയിട്ടാണ് വായനാ ദിനവും അതിനോടനുബന്ധിച്ച് വായനാ വാരമൊക്കെ ആഘോഷിക്കുന്നത്. പരിപാടിയിൽ ചെങ്കള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വസന്ത രാജക്കോട് അധ്യക്ഷത വഹിച്ചു. കാസർഗോഡ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അബ്ദുള്ള കുഞ്ഞി ചെറുക്കള വിശിഷ്ടാതിഥിയായി. ഒരു ടീച്ചർ ഒരു പുസ്തകം എന്ന പരിപാടിയിലൂടെ സമാഹരിച്ച പുസ്തകങ്ങൾ ജില്ലാ കലക്ടറും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും ചേർന്ന് കുട്ടികൾക്ക് വിതരണം ചെയ്തു. ചെറുക്കള സ്കൂളിൽ കഴിഞ്ഞ 5 വർഷ ഭാഗമായി നടന്നു വരുന്ന മെഗാ ക്യൂസിന്റെ ഭാഗമായി ഈ വർഷത്തെ വായനാ ദിനത്തോടനുബന്ധിച്ച് തയ്യാറാക്കിയ ലോഗോ വിജ്ഞാന ലോകം 2026-27 പ്രകാശനം ജില്ലാ കലക്ടർ നിർവഹിച്ചു. സ്കൂൾ ലൈബ്രറിയിലേക്ക് ജില്ലാ ഇൻഫർമേഷൻ ഓഫീസ് നൽകിയ പുസ്തകങ്ങൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സാബു അബ്രഹാം പ്രധാനാധ്യാപികയ്ക്ക് കൈമാറി. ഡോക്ടർ സന്തോഷ് പനിയാൽ സാംസ്കാരിക പ്രഭാഷണം നടത്തി. പി.എൻ. പണിക്കർ ഫൗണ്ടേഷൻ ചെയർമാൻ പ്രൊഫസർ K.P. ജയരാജൻ പി.എൻ. പണിക്കരെ അനുസ്മരിച്ചു. അക്ഷരങ്ങളും പുസ്തകങ്ങളുമായി കേരളത്തിന്റെ ഗ്രാമാന്തരങ്ങളിൽ നടന്നു നീങ്ങി വായനയെക്കുറിച്ച് പറയുകയും ആളുകളോട് ബോധവൽക്കരിക്കുകയും ചെയ്ത് നമ്മുടെ നാട്ടിൽ നിരവധി വായനശാലകൾ ഉടലെടുത്തു. സ്കൂൾ ഹെഡ് മിസ്റ്റർ C.V. സുബൈദ വായനാദിന പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ജില്ലാ പഞ്ചായത്ത് അംഗം ജസ്ന മനാവ്, ചെങ്കള പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷുക്കൂർ ചെർക്കളം, വാർഡ് മെമ്പർ സാഹിറ മജീദ്, കാസർഗോഡ് താലൂക്ക് ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം P.V. രാജേഷ്, SMC വൈസ് ചെയർമാൻ കബീർ ചെർക്കള, PTA പ്രസിഡന്റ് മുനീർ പി ചെർക്കള, മദർ PTA പ്രസിഡന്റ് സമീറ അബ്ബാസ്, പി.എൻ. പണിക്കർ ഫൗണ്ടേഷൻ ജില്ലാ സെക്രട്ടറി C. സുകുമാരൻ, അധ്യാപക രക്ഷാകർതൃ സമിതി പ്രതിനിധികൾ, മദർ PTA ഭാരവാഹികൾ, IPRD ഇൻഫർമേഷൻ ഓഫീസ് ജീവനക്കാർ, വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ M. മധുസൂദനൻ സ്വാഗതവും അസിസ്റ്റന്റ് എഡിറ്റർ A.P. ദിൽന നന്ദിയും പറഞ്ഞു. പി.എൻ. പണിക്കരുടെ ചരമദിനമായ ജൂൺ 19 കേരളത്തിൽ വായനാ ദിനം ആചരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.